ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? വായോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കണം. അങ്ങനെ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിലാവശ്യമായ മുളക് പൊടി ഇടണം. മുളക് പൊടി ഞാൻ ഏകദേശം ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാനത് ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ട്. ഇനി അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിൽ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ബീഫിൽ തന്നെ വെള്ളം വരും. അത് വേവിക്കാൻ വെക്കുക. ഈ സമയം നമുക്ക് ബിരിയാണി ചോറിന് ആവശ്യമായ റൈസ് നന്നായി കഴുകി ഒരു 20 മിനിറ്റ് കുതിർത്ത് വെക്കണേ. അങ്ങനെ അരി നന്നായി, ഞാനിവിടെ മുംതാസ് ബസ്മതി റൈസാണ് വാങ്ങിച്ചത്. നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് വെള്ളമൊഴിച്ച് മാറ്റി വെക്കുക. അങ്ങനെ അരിയൊക്കെ കഴുകി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിൽ ആവശ്യമായ ഫ്രൈഡ് ഐറ്റംസ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ കാഷ്യൂനട്ട്, കിസ്മിസ്, ഒണിയൻ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഫ്രൈ ചെയ്ത് നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കാം. അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒണിയൻ 2 പ്രാവശ്യം ഫ്രൈ ചെയ്തതിനകത്തൊന്ന് ഞാൻ ആദ്യം മാറ്റി രണ്ടാമതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ ഒരു സ്ഥലത്തോട്ടേക്ക് മാറ്റി കൊടുക്കുക. ഈ സമയം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലോട്ടേക്ക് ഒരു 4 സവോള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അങ്ങനെ സവോള നന്നായി വഴറ്റണം. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അങ്ങനെ സവോള ഇട്ട് അത് വഴറ്റി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചതച്ചെടുത്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില പേസ്റ്റും ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അത് ഏകദേശം ഞാൻ ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും നന്നായി ഇളക്കി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച 2 തക്കാളിയാണ്, വലിയ തക്കാളി, അതിട്ട് കൊടുത്തു. നമ്മളിവിടെ ബീഫ് ഏകദേശം 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തു. അത് നന്നായി വഴറ്റിയെടുക്കണം. അത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും. അങ്ങനെ തക്കാളി ഇട്ട് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ മല്ലിപ്പൊടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം നമുക്ക് നമ്മുടെ ബീഫ് വെന്തിനോ നോക്കാം. ഞാൻ ഏകദേശം ഒരു 6-7 വിസിൽ ഇട്ട് വേവിച്ചിട്ടുണ്ട്. അങ്ങനെ ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, അതിൽ ചാറും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോടെ തന്നെ ഇതിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി ആ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം. അങ്ങനെ ഏകദേശം അതൊക്കെ ഈ സമയം നമുക്ക് ഉപ്പുണ്ടോ നോക്കണേ. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത്
എടുത്ത് വെച്ച ഒണിയനില്ലേ അതിൽ നിന്നും കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ നോക്കാം. ഏകദേശം വറ്റി നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണീൻ്റെ ചോറുണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറാണ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ വിസിലിടാണ്ടാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലോട്ടേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അങ്ങനെയുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഇളക്കുക. ഇനി കുറച്ച് ക്യാരറ്റ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു. അതും കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില പേസ്റ്റ് അതും കുറച്ചുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നന്നായി കഴുകി വെച്ച അരി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. അതൊക്കെ ആ നെയ്യിൽ കിടന്ന് വഴറ്റുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് നേരം നിന്ന് ഇതിൽ കിടന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം നമ്മളവിടെ അരിക്ക് കണക്കായ വെള്ളം നമ്മളവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് തിളപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളവും ചേർത്ത് കൊടുത്തു. അങ്ങനെ ഇനി നമുക്ക് അതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും ചേർത്ത് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം, എന്നാലേ ചോറിന് നന്നായി ഉപ്പ് പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക, ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അങ്ങനെ ഇനി ഇതിനെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. ഞാൻ വിസിലിടുന്നില്ല. വിസിലിടാണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. അങ്ങനെ ഒരു പാത്രം എടുത്തു. അതിലോട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അടിഭാഗത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ബീഫ് നിരത്താം. അങ്ങനെ അടിയിൽ ബീഫ് നിരത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബീഫ് ഫസ്റ്റ് ലെയർ നിരത്തി അതിൻ്റെ മുകളിൽ ചോറും നിരത്തുക. അങ്ങനെ ബിരിയാണി റൈസും നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ, കാഷ്യൂനട്ട്, അതൊക്കെ ഇട്ട് കൊടുക്കണേ. പിന്നെ മല്ലിയില അതൊക്കെ വേറി കൊടുക്കുക. അങ്ങനെ മല്ലിയിലയും കൂടെ വേറി കൊടുക്കുക, മല്ലിയില. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലോട്ടേക്ക് ബീഫ് നിരത്താം. അങ്ങനെ രണ്ടാമത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീഫ് നിരത്തി കൊടുത്തു. അതുപോലെ അതിന് മുകളിൽ ആദ്യം റൈസ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയറും ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ഫ്രൈ ഐറ്റംസ് നിരത്തണേ. ഇതുപോലെ മല്ലിയില നിരത്തി അങ്ങനെ ഒരു അടപ്പ് വെച്ച് അടച്ച് അതിൻ്റെ മുകളിലൊരു വെയിറ്റ് വെക്കണം, എന്നാൽ ആവി പുറത്ത് പോകാതെ കിട്ടും. അങ്ങനെ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ ചാനൽ കാണുന്നവർ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.